Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. It is the fifth module and today's topic is kinematic synthesis of planar mechanism. Before discussing kinematic synthesis, we must know what is kinematic analysis. In first and second module of mechanics of machinery, we have already discussed what is kinematic analysis. In kinematic analysis, if we know the mechanism, we need to find the displacement, velocity and acceleration of output link and coupler link according to the motion of input link. But in kinematic synthesis, it is the reverse operation of kinematic analysis where the design data, that is displacement, velocity, acceleration, are given to us and we need to frame a mechanism. Kinematic analysis എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഏത് മെക്കാനിസം ആണെന്ന് തരും, അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ മോഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ എല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റഡിയാണ്. അതേസമയം കൈനമാറ്റിക് സിന്തസിസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഔട്ട്പുട്ട് പാരാമീറ്റർ ആയിട്ടുള്ള മോഷൻ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ എന്നിവ നമുക്ക് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിസം ഡിസൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് കൈനമാറ്റിക് സിന്തസിസ്. വേണമെങ്കിൽ ഇതിനൊരു ഇൻവേഴ്സ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ ഡിസൈൻ ഓഫ് mechanism to produce desired output motion for a given input motion. നമുക്ക് നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഇൻപുട്ട് മോഷൻസ് എല്ലാം തന്നെ അറിയാമെങ്കിൽ ഔട്ട്പുട്ട് മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അത് ഏത് ഡിസൈൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഫോർ ബാർ മെക്കാനിസം ഉപയോഗിക്കാം, സ്ലൈഡർ ട്രെയിൻ മെക്കാനിസം ഉപയോഗിക്കാം, ഗിയർ ട്രെയിൻ ഉപയോഗിക്കാം, ക്യാം മെക്കാനിസം ഉപയോഗിക്കാം, എക്സെട്ര ഏത് വേണമെങ്കിലും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് synthesis mechanism determines the performance of a mechanism for a given input and output motion. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മോഷൻ നമ്മൾ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. Okay, now we will discuss what are the tasks of kinematic synthesis. There are three type of kinematic synthesis. First one is type synthesis, second one is number synthesis and third one is ഡയമെൻഷണൽ സിന്തസിസ്. നിങ്ങൾ പേര് ഓർത്ത് വെക്കുക, ടൈപ്പ് സിന്തസിസ്, നമ്പർ സിന്തസിസ്, ഡയമെൻഷണൽ സിന്തസിസ്. അതായത് ആദ്യത്തേതാണ് ടൈപ്പ് സിന്തസിസ്. ടൈപ്പ് സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഏത് മെക്കാനിസമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് ടൈപ്പ് സിന്തസിസ്. നമുക്ക് പല വിധത്തിലുള്ള മെക്കാനിസംസ് അവൈലബിൾ ആണ്. ഫോർ ബാർ മെക്കാനിസം അറിയാം, സ്ലൈഡർ കിങ് മെക്കാനിസം അറിയാം, ഗിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഗിയർ ട്രെയിൻസ് അറിയാം, ബെൽറ്റ് ആൻഡ് പുള്ളി മെക്കാനിസം അറിയാം, അതുപോലെ തന്നെ ക്യാം മെക്കാനിസം അറിയാം. പക്ഷേ ഇതിൽ ഏത് മെക്കാനിസമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് സിന്തസിസ് ചെയ്യണം. അതിന് നമ്മൾ ഒരു ഫോളോയിങ് താഴെ തന്നിട്ടുള്ള ഡിസൈൻ ആസ്പെക്ട്സ് മനസ്സിൽ കരുതുന്നുണ്ട്. അതിൻ്റെ അത് മെയിനായിട്ട് വരുന്ന ഡിസൈൻ ആസ്പെക്ട്സ് ആണ് സ്പേസ് കൺസെൻട്രേഷൻ. ഇപ്പോൾ ചെറിയൊരു സ്പേസിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് ആൻഡ് പുള്ളി യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഗിയർ ട്രെയിൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ സേഫ്റ്റി ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഇത് നല്ല കവറിങ് കൊടുക്കേണ്ടി വരും. അതുപോലെ ഒരു ഗിയർ ട്രെയിൻ ആണെങ്കിൽ വളരെ സേഫാണ് കമ്പയർഡ് ടു ബെൽറ്റ് ആൻഡ് പുള്ളിയിൽ നിങ്ങൾ മില്ലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ബെൽറ്റ് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. എക്കണോമിക് കൺസിഡറേഷൻസ്, നമുക്കിപ്പോൾ ഒരു ഫോർ ബാർ മെക്കാനിസം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കുന്നതിനും നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. എക്കണോമിക്കലായിട്ട് ഉണ്ടാവുക. പൈസ കുറഞ്ഞ ചിലവ് കുറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ആസ്പെക്ട്സ് ആണ്. അതുപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇത് എടുക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. ക്ലോസ്ഡ് സർക്യൂട്ടാണോ അതോ ഓപ്പൺ മെക്കാനിസം ആണോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ. ഏത് ടൈപ്പ് മെറ്റീരിയലിനാണ്, ഇപ്പം വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സ്ട്രെങ്ത്തും ഫോഴ്സും അപ്ലൈ ചെയ്യേണ്ടി വരും. അന്നേരം ഗിയർ ട്രെയിൻസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം നമുക്ക് ലോഡ് കുറഞ്ഞിട്ടാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിസംസ് സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് നമ്പർ സിന്തസിസ്. നമ്പർ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ്. ടൈപ്പ് സിന്തസിസിൽ നമ്മൾ ഏത് മെക്കാനിസമാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു.
ഇനി അടുത്തതിനകത്ത് ഇപ്പം ടൈപ്പ് സിന്തസിസിൽ നമ്മൾ 4-bar മെക്കാനിസമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആ 4-bar മെക്കാനിസത്തിൽ എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് വേണം, എത്ര നമ്പർ ഓഫ് ജോയിൻസ് വേണം, എവിടെയാണ് റിലേറ്റീവ് മോഷൻ കൊടുക്കേണ്ടത്, ഏതാണ് ഇൻപുട്ട് ലിങ്ക്, ഏത് ഔട്ട്പുട്ട് ലിങ്ക് എല്ലാം തന്നെ തീരുമാനിക്കുന്നത് നമ്പർ സിന്തസിസിലാണ്. ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ലിങ്ക്സ് ടു മീറ്റ് സർട്ടൈൻ റിക്വയർമെൻറ്റ് ഫോർ ഒബ്റ്റെയിനിങ് സ്പെസിഫൈഡ് മോഷൻ ഈസ് കോൾഡ് എ മെക്കാനിസം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. If there is no relative motion between the links, it is known as structure. ഒരു 3-bar മെക്കാനിസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റിലേറ്റീവ് മോഷൻ തമ്മിൽ ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രക്ചർ. പിന്നെ ഒരു നമ്പർ ഓഫ് സിന്തസിസിൽ നമ്പർ ഓഫ് ലിങ്ക്സും നമ്പർ ഓഫ് ജോയിൻസും പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള ഗ്രൂബ്ലേഴ്സ് അല്ലെങ്കിൽ കുട്ടൻസ്ബർഗ് ഇക്വേഷൻ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം n is equal to 3 into L minus 1 minus 2J minus H, where L is the number of links, J is the number of joins, H is the number of higher pair. ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് കുട്സ്ബാച്ച് ക്രൈറ്റീഷ്യൻ വെച്ചിട്ട് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിന് നമ്മളൊരു കുറേ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. അതിന് റിപ്പീറ്റാണ്. നിങ്ങൾ അതിലേക്കൂടെ ഒന്ന് നോക്കുക. എൽ എത്രയാണ്, ജെ എത്രയാണ്, എച്ച് എത്രയാണ്. ഇപ്പോൾ ആദ്യത്തെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എ 3-bar മെക്കാനിസം L is equal to 3, J is equal to 3, H is equal to 0 and finally N will be 0. N will be 0 എന്നാൽ there is no number of degree of freedom, no degree of freedom, so that will be a structure. അതായത് ഒരു ലിങ്ക് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രക്ചർ. In second case there is 1 degree of freedom, so that's a mechanism. ഇത് കൂടാണ്ടുള്ള 2 എക്സാമും കൂടി ചെയ്തിട്ടുണ്ട്. അതിന് രണ്ടിൻ്റെയും മോഷൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തതാണ് നമ്പർ സിന്തസിസ്. ആദ്യം നമ്മൾ ടൈപ്പ് സിന്തസിസ് ചെയ്തു, പിന്നെ നമ്പർ സിന്തസിസ് ചെയ്തു. ഈ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് ഡയമെൻഷണൽ സിന്തസിസ്. നമ്മൾ ആദ്യം 4-bar മെക്കാനിസം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ 4 നമ്പർ ഓഫ് ലിങ്ക്സും 4 ജോയിൻസും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1ഉം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും സെലക്ട് ചെയ്താൽ നെക്സ്റ്റിൽ വരുന്നത് ഈ ലിങ്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ക്രാങ്ക് ഇത്രയും ലെങ്ത്ത് വേണം, ഇത് ഇത്രയും ലെങ്ത്ത് വേണം, ഔട്ട്പുട്ട് ലിങ്ക് ഇത്രയും ലെങ്ത്ത് വേണം, ഫിക്സഡ് ലിങ്ക് ഇത്രയും ലെങ്ത്ത് വേണം, അതുപോലെ തന്നെ ഇത്രയും ആംഗിളിലായിരിക്കണം ഇത്. അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഡയമെൻഷണൽ സിന്തസിസ്. ഡയമെൻഷണൽ സിന്തസിസിൽ മെയിനായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിഞ്ച് പിൻസ്, ലെങ്ത് ഓഫ് ലിങ്ക്സ്, ആംഗിൾ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലിങ്ക്സ്, ക്യാം പ്രൊഫൈൽ ഡയമെൻഷൻസ്, റേഡിയസ് ഓഫ് റോളർ ഫോളോവർ, ഗിയർ റേഷ്യോ, എക്സെൻട്രിസിറ്റി എക്സെട്ര. ഇതെല്ലാം തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഡയമെൻഷണൽ സിന്തസിസ്. ഈ ഡയമെൻഷണൽ സിന്തസിസിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഡയമെൻഷണൽ സിന്തസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൂന്ന് പ്രോബ്ലംസ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് സയൻറ്റിഫിക് പ്രോബ്ലംസ് ഉണ്ട്. ആ 3 എണ്ണമാണ് പാത്ത് ജനറേഷൻ, ഫങ്ഷൻ ജനറേഷൻ ആൻഡ് മോഷൻ ജനറേഷൻ. പാത്ത് ജനറേഷൻ ഈസ് ഗൈഡിങ് along a specified path with prescribed timing. എത്രയാണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പോകും, ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് ഫങ്ഷൻ ജനറേഷൻ. ഫങ്ഷൻ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോർഡിനേറ്റിംഗ് ദ പൊസിഷൻസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലിങ്ക്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് മോഷൻ ജനറേഷൻ, ഗൈഡിങ് ദ റിജിഡ് ബോഡി ത്രൂ എ നമ്പർ ഓഫ് പ്രിസ്ക്രൈബ്ഡ് പൊസിഷൻസ് ആണ് മോഷൻ ജനറേഷൻ. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് പാത്ത് ജനറേഷൻ. നമ്മൾ പാത്ത് ജനറേഷൻ എന്ന് പറയുന്നത് 2 അഡ്ജസൻറ്റ് ലിങ്ക് തമ്മിൽ ഒരു ലിങ്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ലിങ്ക് ഏത് പാത്തിലേക്കൂടി മൂവ് ചെയ്യുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പാത്ത് ജനറേഷൻ. ഒരു മോഷൻ ഫസ്റ്റ് ലിങ്കിന് കൊടുത്തു, സെക്കൻഡ് മോഷൻ എങ്ങനെ ഉണ്ടാവും, സെക്കൻഡ് ലിങ്ക് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതാണ് പാത്ത് ജനറേഷൻ. ഇപ്പോൾ സെക്കൻഡ് ലിങ്ക് അറിയാമെങ്കിൽ തേർഡ് ലിങ്ക് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് അത് വെച്ച് നമുക്ക് പാത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ അഡ്ജസൻറ്റ് ലിങ്ക് ആണെങ്കിൽ ഇൻപുട്ട് ലിങ്കും കപ്ലറും എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ചിത്രത്തിൽ ഇൻപുട്ട് ലിങ്കും കപ്ലറും തമ്മിലുള്ള റിലേഷനാണ് എടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ലിങ്കും കപ്ലറും തമ്മിൽ ഒരു ഇൻപുട്ട് ഇത്രയും മൂവ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇത്രയും ഈ പാത്തിൽ മൂവ് ചെയ്യും എന്ന് പറയുന്ന മെത്തേഡിനാണ് പാത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. നോർമലി ഞാൻ കപ്ലറിൽ ഒരു പോയിൻ്റ് എടുക്കുകയാണ്, പോയിൻ്റ് ഇ.
നിങ്ങൾക്കത് അവിടെ ടോപ്പിലായിട്ട് കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇതാ ഈ പോയിൻ്റാണ്. ഇത് മൊത്തത്തിൽ ഈ സ്ട്രക്ചർ മൊത്തത്തിൽ കപ്ലർ ലിങ്കാണ്. ആ കപ്ലർ ലിങ്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ ഇ എന്ന് പറയുന്ന പോയിൻ്റ് ക്രാങ്ക് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യും. 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രാങ്ക്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കപ്ലർ പോയിൻ്റ് ട്രേസ് ചെയ്യുന്ന പോയിൻ്റ് ഏത് കർവ് ഷേപ്പിലാണുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇതാണ് ഇതിൻ്റെ പാത്ത് അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് ക്രാങ്ക്. ഇനി ഇതിൻ്റെത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റിൻ്റെ പാത്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നോർമലി ഈ പാത്തിൻ്റെ ഷേപ്പ് ഒന്നിക്കൽ ആർക്ക് ഓഫ് സർക്കിൾ ആവാം, ആർക്ക് പോലെ ആവാം, അല്ലെങ്കിൽ എലിപ്സ് പോലെ ആവാം, അത് രണ്ടും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവാം. ഇതാണ് പാത്തിൻ്റെ അകത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി എഴുതാം. y ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എഫ് എക്സ് വേർ എക്സ് ഈസ് ദ മോഷൻ ഓഫ് ഇൻപുട്ട് ലിങ്ക് ആൻഡ് y ഈസ് ദ മോഷൻ ഓഫ് കപ്ലർ ലിങ്ക്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാത്ത് ജനറേറ്റ് ചെയ്യുക. പാത്ത് ജനറേഷനുമായിട്ട് വളരെ റിലേഷൻ ഉള്ളതാണ് ഫംഗ്ഷൻ ജനറേഷൻ. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ലിങ്കും രണ്ടാമത്തെ ലിങ്കും അഡ്ജസൻറ്റ് ലിങ്ക് തമ്മിലുള്ള പാത്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാത്ത് ജനറേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫംഗ്ഷൻ ജനറേഷൻ അങ്ങനെയല്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അഥവാ ഇൻപുട്ട് ലിങ്കിൻ്റെ മോഷൻ അറിയാമെങ്കിൽ കുറേ മോഷൻസ് കഴിഞ്ഞ് അവസാനം ഔട്ട്പുട്ട് ലിങ്കിന് എന്ത് മോഷൻ ഉണ്ടാവും എന്നുള്ളത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റിലേറ്റ് ചെയ്യുന്നതിനാണ് ഫംഗ്ഷൻ ജനറേഷൻ എന്ന് പറയാം. ഇപ്പം നോർമലി ഒരു ഇൻപുട്ട് ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ലിങ്ക്, അതാണ് ഇമ്പോർട്ടൻറ്റ്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ റിലേറ്റ് ചെയ്യാണ്. ഔട്ട്പുട്ട് ലിങ്ക് ഓസിലേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യാം. ഈ റെസിപ്രോക്കേഷൻ നമുക്കൊരു ഫംഗ്ഷനായിട്ട് എഴുതാം. ദ മോഷൻ ഓഫ് ഔട്ട്പുട്ട് ലിങ്ക് y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇൻപുട്ട് ലിങ്ക് എക്സ്. ഇതാണ് ഇതിൻ്റെ ബേസിക് പെർഫോമൻസ്. ഇതാണ് നമ്മളൊരു ഫംഗ്ഷൻ ജനറേഷൻ്റെ കുറേ എക്സാമ്പിൾസ്. പല വിധത്തിൽ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടർ ക്രാങ്ക് സെറ്റപ്പ് ഉണ്ടാവും. ആ ക്രാങ്ക് സെറ്റപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ചിറകുകളുടെ മോഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ചിറക് എങ്ങനെ മോഷൻ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫംഗ്ഷനാക്കിയിട്ട് എഴുതാം. അഥവാ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വേർ എക്സ് ഈസ് ദ ക്രാങ്ക് മോഷൻ. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ മോട്ടറിൻ്റെ ക്രാങ്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ ഈ ലിങ്ക് മൂവ് ചെയ്യുന്നുണ്ട്, ഈ ലിങ്ക് മൂവ് ചെയ്യുന്നുണ്ട്, ഫൈനലി ഫുട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഫുട്ടിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണൊരു ഫംഗ്ഷൻ ജനറേഷൻ. അതുപോലെ വേറൊന്നാണ് നമ്മളുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഗെയിംസ് നല്ലോണം നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന ഇതൊരു ടാക്റ്റൈൽ മെഷീനാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അപ്പുറത്ത് അതിൻ്റെ ഒരു ആക്ഷൻ കമ്പ്യൂട്ടറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ ഒരു ടച്ച് ഫീൽ ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. ഇതിൻ്റെ അകത്ത് ഈ കൈയുടെ മോഷനാണ് ഇൻപുട്ട് മോഷനെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള മോഷനായിരിക്കും, അല്ലെങ്കിൽ റോബോട്ടിക് ആമിൻ്റെ മോഷനായിരിക്കും. ഇതാണ് ഫംഗ്ഷൻ ജനറേഷൻ്റെ എക്സാമ്പിൾസ്. ഇനി ഫൈനലി മോഷൻ ജനറേഷനാണ്. മോഷൻ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡീനെ, റിജിഡ് ബോഡീനെ ഒരു പ്രീ ഡിസ്ക്രൈബ്ഡ് പൊസിഷൻസിലേക്ക് കൂടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് മോഷൻ ജനറേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുൾഡോസർ എടുക്കുന്ന സമയത്ത് ബുൾഡോസർ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബുൾഡോസർ ആദ്യം തന്നെ മണ്ണിലേക്ക് സ്കൂപ്പ് ചെയ്തിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്തിട്ട് എവിടെയും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുക ചെയ്യുക. ഇത് 3 മോഷൻ അവിടെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ മണ്ണിനെ സ്കൂപ്പ് ചെയ്തെടുക്കണം. സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് പതുക്കെ മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് ഡംപ് ചെയ്യണം, അഥവാ അതിനെ ഒഴിവാക്കണം. ഈ ചെയ്യുന്ന 3 മോഷൻസിന് എല്ലാത്തിനും 3 ട്രജക്ടറിയാണ് ഉണ്ടാവുക. ഇപ്പം സ്കൂപ്പിംഗ് ആണെങ്കിൽ സ്കൂപ്പിംഗ് ട്രജക്ടറി ഉണ്ടാവും, ലിഫ്റ്റിങ്ങിനാണെങ്കിൽ ലിഫ്റ്റിംഗ് ട്രജക്ടറി ഉണ്ടാവും, അതുപോലെ ഡംപിങ്ങിനാണെങ്കിൽ ഡംപിങ് ട്രജക്ടറി ഉണ്ടാവും. ഈ മോഷൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഷൻ ജനറേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പാത്ത് ജനറേഷനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ജനറേഷൻ കൺസേൺഡ് അബൌട്ട് പാത്ത് ഓഫ് ട്രേസർ പോയിന്റ്, വൈൽ ദ മോഷൻ ജനറേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ഗൈഡൻസ് ഓഫ് എൻറ്റയർ മോഷൻ ഓഫ് റിജിഡ് ബോഡി. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു.